എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാണാൻ പോകുന്നത് ഷാർജ ഗോൾഡ് സൂക്കാണ്. അതുപോലെ ഷാർജ ഫിഷ് മാർക്കറ്റുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ആ ഗോൾഡ് സൂക്കിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി പണിഞ്ഞിട്ടിരിക്കുന്ന ബോട്ട് ചട്ടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ബോട്ടുകളും തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ കിട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായൊരു പാർക്കും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള അൽമജാസ് ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ഗോൾഡ് സൂക്ക് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ സൂക്കിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ പറഞ്ഞ ഗോൾഡ് സൂക്ക്. ഈ കാണുന്ന ഈന്തപ്പനയുടെ ഇടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടിയിലൂടെ നടന്ന് നമുക്കിനി അങ്ങോട്ട് യാത്ര തിരിക്കാം. ഗോൾഡ് സൂക്ക് രണ്ട് ബിൽഡിങ്ങായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രിഡ്ജുണ്ട് റോഡിൻ്റെ മുകളിലൂടെ തന്നെ. ഫസ്റ്റിലെ കാണുന്ന ഈ ബിൽഡിങ്ങാണ് നമുക്കൊരു ഗോൾഡിൻ്റെ ഒത്തിരി കടകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഗോൾഡിൻ്റെ വൻ ഷെയർ തന്നെയുണ്ട്. ആ ബ്രിഡ്ജ് വഴി നമ്മൾ അപ്പുറത്ത് പോകുന്ന ബിൽഡിങ്ങിൽ കൂടുതലും കാണുന്നത് നമ്മൾ തുണിത്തരങ്ങൾ മാത്രമായിരിക്കും. ഇവിടെ നമുക്ക് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ പല ഡിസൈനിലും പല രാജ്യത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗോൾഡ് ശേഖരം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്വർണത്തിൻ്റെ ശേഖരം തന്നെ ആദ്യം കാണാം. അതിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മളിപ്പം. ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. എല്ലാവരും കണ്ട് ആസ്വദിക്കുക. ഇവിടെ സ്വർണ്ണക്കടകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതിപ്പം പല ഡിസൈനിലുള്ള പല സ്വർണത്തിൻ്റെ ആഭരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പല രാജ്യക്കാരുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിക്കാം. ഇത് സിൽവറിൻ്റെ ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിൽവർ, ഗോൾഡ് അങ്ങനെ രണ്ട് ഫ്ലോറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മകുടം പോലെ കാണുന്ന ഒരു സെൻട്രൽ പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിഫ്റ്റ് കയറി നമ്മൾ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ബ്രിഡ്ജ് വഴി നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ തുണിയുടെ ആ ഒരു കളക്ഷൻ കണ്ടില്ലേ, അപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ബ്രിഡ്ജ് കയറി നമ്മൾ വരുന്നത് നമ്മൾ കാണുന്നത് ബാഗിൻ്റെ ഷോപ്പുകൾ, തുണികളുടെ ഷോപ്പ്, അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്.
ഇത് രണ്ടാമത് ഞാൻ പറഞ്ഞ ബിൽഡിങ്ങിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പല രാജ്യക്കാർക്ക് വേണ്ടിയുള്ള പല ഡിസൈനിലുള്ള തുണിത്തരങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പല രാജ്യക്കാർ വസിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, അങ്ങനെ ആഫ്രിക്കൻ കൺട്രീസ് ഉള്ളവരുണ്ട്. അങ്ങനെ പല ആൾക്കാർക്ക് വേണ്ടിയുള്ള തുണിത്തരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ബ്രിഡ്ജ് കയറി തിരിച്ച് നമ്മളെ സ്വർണത്തിൻ്റെ ഷോപ്പുകളുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ബാക്കി കാഴ്ചകൾ ഇത് ആ സെൻട്രൽ പോർഷനിൽ കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടുന്ന് കയറി ക്രോസ് ചെയ്ത് നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് തന്നെ വീണ്ടും പോവുകയാണ്. നോയമ്പിൻ്റെ കാലമായതുകൊണ്ട് ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. എല്ലാവരും ഈവനിങ് ഒരു 7 മണിക്ക് ശേഷമൊക്കെ രാത്രി കാലങ്ങളിലായിരിക്കും ഇവിടെ കൂടുതലും തിരക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും വലിയ സ്വർണത്തിൻ്റെ ശേഖരം കളക്ഷൻസും ഉള്ള ഇത്രയും ഷോപ്പുകൾ കണ്ടതിൻ്റെ ഇടയ്ക്ക് ആദ്യമായി മലയാളി എന്ന രീതിയിൽ ആദ്യം നോക്കിയത് നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ നിന്നുള്ള ഗോൾഡ് ഷോപ്പ് ഇല്ലയോ എന്നാണ് ആദ്യം നോക്കിയത്. അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ആയിട്ടുള്ളൊരു ജോയാലൊക്കെ ഷോപ്പ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പുകളെല്ലാം കണ്ട ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ കാണുന്ന 2 ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ കണ്ടിറങ്ങിയത്. ഇപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് ഷാർജ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഷാർജ ഗോൾഡ് സൂക്കിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നൈറ്റ് വരുന്ന ഒരു രാത്രികാലങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത്. അത് ഈ വാട്ടർ ഫ്രണ്ടിൽ കാണുന്ന വാട്ടർ ഫൗണ്ടനും ആ ലൈറ്റും അങ്ങനെ നമ്മൾ ഷാർജ ഗോൾഡ് സൂക്ക് കണ്ട ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ഷാർജ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. കുറേ ഫിഷ് വലകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കൂടി വലകളൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾ. ഒരു സൈഡിൽ ബോട്ടുകളെല്ലാം പെട്ടിയിൽ പാർക്ക് ചെയ്തേക്കുന്നു. ഒരു സൈഡിൽ വലകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
ഷാർജ ഫിഷ് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിവിടെ കൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഇതല്ല എൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ബോട്ട് ജെട്ടിയിൽ കുറേ ബോട്ടുകൾ മെയിൻ്റനൻസിന് വേണ്ടി കയറ്റിയിരിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ വലകൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഷാർജ ഫിഷ് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഫിഷ് അതിരാവിലെ ബോട്ടുമായി വരുന്നവർ ഇവിടെ ലേലത്തിനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ലേലത്തിന് വെക്കുന്ന ഏരിയയൊക്കെ നമുക്കിപ്പോൾ അകത്ത് ചെല്ലുമ്പോൾ കാണാവുന്നതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ പോസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെയാണ് വരുന്ന ഫിഷുകളൊക്കെ രാവിലെ ഇവിടെ ലേലം വിളിക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ്. ഈ കാണുന്ന ഒരു റൗണ്ടിൽ കാണുന്ന ഏരിയ കണ്ടാൽ നമ്മൾ ആരെങ്കിലും പറയാം രാവിലെ ഇവിടുന്ന് മീൻ ഇവിടെ വെച്ചിട്ട് ലേലം ചെയ്യുന്ന ഒരു സ്ഥലമാണ് കണ്ടാൽ പറയത്തില്ല. അതുപോലെ നല്ല ക്ലീനുമാണ്, നല്ല ഒരു സ്മെല്ലും ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ രാവിലെ വന്നാൽ ഈ ലേലം വിളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. നിങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഷാർജ ഫിഷ് മാർക്കറ്റ് നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ആദ്യം കാണാൻ പോകുന്നത് നമ്മൾ വെജ് മാർക്കറ്റാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് കാണുന്നത് ഫിഷ് മാർക്കറ്റും, മൂന്നാമത് കാണാൻ പോകുന്നത് മീറ്റ് മാർക്കറ്റുമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെജ് മാർക്കറ്റാണ്. പല രാജ്യക്കാർക്ക് വേണ്ടിയുള്ള പച്ചക്കറികൾ, ഈന്തപ്പഴങ്ങൾ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈന്തപ്പഴങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഈന്തപ്പഴത്തിൻ്റെ ഡേറ്റ്സിൻ്റെ ഓരോ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ വെജ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഫിഷ് മാർക്കറ്റാണ് നമ്മളിനി പോകുന്നത്. ഈ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഈ കാണുന്നവയാണ് ഇവിടെ കാണുന്ന മീനുകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം. പിന്നെ ഷാർജയിൽ നമുക്ക് വന്നാൽ വില പേശാൻ പറ്റുന്നില്ല. ഇവിടെ ഫിക്സഡ് പ്രൈസാണ് ഇവിടെ മീനുകൾക്കൊക്കെ. ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വില പേശി കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടെ പക്ഷേ വരുന്ന മീനുകളൊക്കെ വളരെ ഫ്രഷ് മീനാണ്. ഈ കാണുന്ന പോലെ ചെമ്മീനിൻ്റെ സൈസിലും വലുപ്പത്തിലുമുള്ള പലതരത്തിലുള്ള ചെമ്മീനുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല വലിപ്പത്തിലുള്ളതും ചെമ്മീനുകളും അതുപോലെ ഞണ്ടുകളും മീനുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടുന്ന് വാങ്ങുന്ന മീനുകളുടെ തൂക്കം നോക്കിയിട്ട് നമ്മളിവിടെ ക്യാഷറി കൊണ്ടിട്ട് ബില്ല് അടച്ചിട്ട് കാണും നമുക്കിവിടുന്ന് ഫിഷ് തരത്തുള്ളവർ. ആ ഫിഷിനെ നമുക്ക് ക്ലീനിങ് സെക്ഷൻ സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അവിടെ അവർ തൂക്കം നോക്കിയതിന് ശേഷമാണ് നമുക്കത് ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി ഉണക്ക മീനുകളുടെ ഒരു സെക്ഷൻ തന്നെയാണ് കാണാൻ പോകുന്നത്. ഡ്രൈ ഫിഷ് ഏരിയയാണ് ഈ കാണുന്നത്. പല മീനുകളും ഉണക്കി, ഈ ചെമ്മീനായാലും മീനുകളായാലും പലതും ഡ്രൈ ആയിട്ട് ഉണക്കി നമുക്കിവിടെ അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് മീൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ വാങ്ങുന്ന മീനുകളെ ഇവരെ തൂക്കി നോക്കിയിട്ട് അതിന് ക്ലീനിങ് ചാർജ് നമുക്ക് തരുന്നതായിരിക്കും. അതിവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എത്തിക്കും. ഇവിടെ കൊടുത്ത ശേഷം ഇവിടെ നമ്മൾക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്തിട്ട് നമുക്കത് തരുന്നതായിരിക്കും.
ഈ കാണുന്ന ഒരു അക്വേറിയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് നമ്മൾ കാണുന്നത് ഫിഷ് ആയാലും പ്രോൺസ് ആയാലും ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആവശ്യക്കാർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഫിഷ് മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫിഷ് മാർക്കറ്റെല്ലാം തൊട്ടപ്പുറത്തന്നെ മീറ്റ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ബീഫ് ഏത് രീതിയിലുള്ള മീറ്റുകളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഷാർജ ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഷാർജ ഫിഷ് മാർക്കറ്റ് നമ്മൾ നടന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഷാർജ ഗോൾഡ് സൂക്ക് ഉള്ളത്. തിരിച്ച് നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഗോൾഡ് സൂക്കിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസും കാര്യങ്ങളും എല്ലാവരും രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.